ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ബാലിന് സത്യം പറഞ്ഞാൽ വട്ടാണോ ഭ്രാന്തായോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. അതുപോലെയാണ് കാട്ടിക്കൂട്ടുന്നത്. സത്യം പറയാലോ, നമ്മുടെ ബാലന്റെ അഭിനയം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് നമുക്ക് ദേഷ്യം വരും അല്ലേ. അത് എനിക്ക് മാത്രം തോന്നിയതാണോ നിങ്ങൾക്കും തോന്നിയതാണോ? ബാലൻ എന്തൊക്കെയാ ഈ കാണിക്കുന്നത്? കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ബാലൻ പെട്ടെന്ന് ബാലൻ അല്ലാതാവുന്നു, കുറച്ചു നേരം കഴിയുമ്പോൾ ബാലനാകുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗോമതിക്ക് എന്തൊക്കെയോ തോന്നുന്നു. പക്ഷെ ഗോമതിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ ഒരു അസ്വസ്ഥത ഇളവാക്കുന്നുണ്ട്. എങ്കിൽ പോലും കഥയാണ്, കഥയിൽ ചോദ്യമില്ല, നമ്മൾ കാണുക, ആസ്വദിക്കാം. അപ്പൊ ബാലന്റെ ഫാൻസുകാരൊന്നും എന്നെ തല്ലാൻ വരരുത് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ സൈഡിൽ നിന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളായിരിക്കും. പലവർക്കും ബാലനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ബാലന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. എങ്കിലും നമുക്ക് പറയാനുള്ളത് പറയണമല്ലോ. അതാണ് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ഈ ബാലൻ കാണിച്ചു കൂട്ടുന്നതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമുള്ള കാര്യമാണോ എന്ന്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ബാലൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ബാലന്റെ വണ്ടി കിടപ്പുണ്ടല്ലോ. അപ്പൊ ആ വണ്ടി ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരണം. അപ്പൊ ഈ പോകുന്ന വഴിക്ക് പെട്ടെന്ന് നമ്മുടെ ആനന്ദിനെയും കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ആനന്ദ് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ ഇത് എവിടെ പോയതാന്ന് ചോദിക്കുമ്പം അത് പിന്നെ മോനെ ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ്. അല്ല അച്ഛന് കടയിൽ പോയില്ലായിരുന്നു. അപ്പൊ ഇന്ന് അച്ഛൻ കടയിൽ പോകുന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് എന്താ പറ്റി, അച്ഛൻ എന്താ കടയിൽ പോകാത്തത്? അത് പിന്നെ മോനെ കടയിൽ പോകാത്തത് എന്താണെന്ന് ചോദിച്ചാല് ഒന്നുമില്ല മോനെ, എനിക്കിപ്പം ഒരിടം വരെ പോകണം. കുറച്ച് ബാക്ക് പെയിൻ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ കടയിൽ പോകാതിരുന്നത്. വീട്ടിൽ ചെന്ന് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ വന്നതാണ്. അപ്പൊ എനിക്ക് ഇനി ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ ഈ ബാലന്റെ പരസ്പര വിരുദ്ധമായ ഓരോ കാര്യങ്ങളും ഒക്കെ കണ്ട്, ബാലന്റെ പരിഭ്രമം ഒക്കെ കണ്ടിട്ട് വീണ്ടും ആനന്ദ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറ്റിയത്, അച്ഛൻ എന്താ പറ്റിയത്? അല്ല ദേവി കടയിൽ ഒറ്റയ്ക്കാണോ? അവിടെ ആകാശമുണ്ടോ, ധർമ്മമാമനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവി കടയിൽ ഒറ്റയ്ക്ക് ഇരുന്നാലും പേടിക്കാനൊന്നുമില്ല എനിക്ക്. നിന്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, ഞാൻ കണ്ടുപിടിച്ച മരുമകളായതുകൊണ്ട് പറയല്ല. അവളെപ്പോലൊരു നല്ല പെണ്ണ് നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറിയത് തന്നെ എന്റെ ഭാഗ്യമാണ്. അതുകൊണ്ടാണല്ലോ എനിക്കിപ്പം ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങാനും സമയം കിട്ടിയത്. അപ്പൊ പെട്ടെന്ന് എന്ത് വക കാര്യങ്ങള്, എന്താ അച്ഛൻ അന്വേഷിച്ചിറങ്ങിയത്? അല്ല മോനെ, ഞാൻ അതല്ല പറഞ്ഞത്. അച്ഛനെ ഒരു ഡീലറെ കാണാൻ പോവാ. അപ്പൊ അവിടെ ചെന്ന് അന്വേഷിക്കാനൊക്കെ സമയം കിട്ടിയത് എന്നാ അച്ഛൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് ബാലൻ എന്നാ മോൻ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ ഇങ്ങ് പോകുന്നു. അപ്പം ആനന്ദിനും ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്ത് പറ്റി? എന്നും കാണുന്ന അച്ഛനല്ലല്ലോ ഇന്ന് കണ്ടത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. നമ്മുടെ ആനന്ദിനും എന്തോ മനസ്സിലായി. അതുപോലെയാണ് ബാലൻ പെരുമാറുന്നത്. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ മിത്ര ട്യൂഷൻ എടുക്കുകയാണല്ലോ. അപ്പൊ അങ്ങോട്ടേക്ക് മീനാക്ഷി ചെല്ലുകയാണ്. അപ്പൊ മീനാക്ഷി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ മിത്രേ, നീ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്താ പറ്റിയത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ട്യൂഷൻ എടുക്കുന്ന പിള്ളേരുടെ അമ്മ വന്നിട്ട് പറയാം, ആകെ മൊത്തം പ്രശ്നത്തിൽ കുഴഞ്ഞു കിടക്കാന്നാ തോന്നുന്ന മീനാക്ഷി. ഇവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവളുടെ മുഖത്തൊരു പ്രസാദവോ ഒരു സന്തോഷമോ ഒന്നുമില്ല. ഇവൾക്ക് എന്തൊക്കെയോ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ മിത്രേ, നിനക്ക് എന്താ പറ്റിയത്? ഹേ ഇല്ല ചേച്ചി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല നീ ട്യൂഷൻ എടുത്ത് കഴിഞ്ഞാണോ? ട്യൂഷൻ എടുത്ത് കഴിഞ്ഞാണോ എന്ന് ചോദിച്ചാൽ, അല്ല നമുക്ക് നേരത്തെ ഒന്ന് പോയാലോ, നമുക്ക് പോയി ഒരു ടീ ഒക്കെ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്രേനെയും കൂട്ടി അങ്ങ് പോവാണ് കേട്ടോ നമ്മുടെ മീനാക്ഷി. അപ്പം ട്യൂഷനൊക്കെ എടുത്ത് ഇച്ചിരി നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ഈ മിത്രയുടെ മനസ്സിൽ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ മീനാക്ഷി വീണ്ടും ഇവര് നടന്നൊക്കെ പോകുമ്പോൾ ചോദിക്കുകയാണ്, എന്താ മിത്ര നിനക്ക് പറ്റിയത്? നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്നെ ചേച്ചീനെ പോലെ കണ്ടാൽ മതി. നിന്റെ ചേച്ചിയാണ് ഞാൻ. നിന്റെ നാത്തൂനല്ല ചേടത്തിയായിട്ടോ ഒന്നും നീ എന്നെ കാണണ്ട, സ്വന്തം ചേച്ചിയായിട്ട് കണ്ടാൽ മതി. നമ്മൾ ഒരമ്മയുടെ വയറ്റിലല്ല പിറന്നതെങ്കിലും എനിക്ക് നിന്റെ മുഖത്തിന്റെ ആ ഒരു ഭാവമാറ്റമൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് മാത്രമല്ല മിത്രേ, നിന്റെ മുഖത്തിന്റെ ഈ ഒരു ഭാവമാറ്റം ആ ട്യൂഷൻ എടുക്കുന്ന പിള്ളേരുടെ അമ്മ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറ, എന്താ നിനക്ക് പറ്റിയത്? ഹേയ് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. അല്ല നിനക്ക് ജോലിയില്ല എന്ന് പറഞ്ഞായിരുന്നു നിനക്കൊരു ചെറിയൊരു പേടിയും പരിഭ്രമവും ഒക്കെ. ഇപ്പൊ അതൊക്കെ പരിഹരിച്ച് നിനക്കിപ്പം ജോലിയായി. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്?
ഇനിയിപ്പം ആര്യേ മിത്ര അല്ല സോറി മിത്രേ, ആര്യൻ നിന്നോട് എന്തെങ്കിലും ചെയ്തോ? ഇനിയിപ്പം ആര്യൻ നിന്നെ സ്നേഹിക്കാതിരിക്കുകയോ പഴയ പോലെ ആവുകയോ എന്താ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ മീനാക്ഷി ചേച്ചി, അങ്ങനെയൊന്നും ഒരിക്കലും മീനാക്ഷി ചേച്ചി ചിന്തിക്കരുത്. ആര്യൻ എന്നെ ഇപ്പം ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. ആര്യനിപ്പോൾ എൻ്റെ കാര്യം മാത്രം ഓർക്കാനും ചിന്തിക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും മാത്രമേ സമയമുള്ളൂ. അതുകൊണ്ട് ആര്യനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. പാവം ആര്യന് അങ്ങനെ എന്നോട് ദേഷ്യമൊന്നുമില്ല. അവൻ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ശരീരം കൊണ്ടേ ഒന്നായില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ മനസ്സുകൊണ്ട് ഒന്നായി. അല്ല മോളെ, ഈ ശരീരം കൊണ്ട് ഒന്നായില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ ഭാര്യയും ഭർത്താവല്ലേ, ഒരു റൂമിലല്ലേ കിടക്കുന്നത്? അല്ല, അതുകൊണ്ട് മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ ഒന്നുമില്ലേ ചേച്ചി എനിക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പൊ മനസ്സിൽ നമ്മുടെ മിത്രയ്ക്ക് നൂറ് പ്രശ്നങ്ങളാണ്. ഇതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താവെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മുടെ മിത്ര മനസ്സിൽ തന്നെ വിചാരിക്കുകയാണ്, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നല്ലോണം ചിരിച്ച് കളിച്ചൊക്കെ നടന്നില്ലെങ്കിൽ പ്രശ്നമാകും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരെയല്ല, നമ്മുടെ ആകാശിനെയാണ് കേട്ടോ. അപ്പൊ ആകാശിനോട് അത് ചെയ്യാനും ഇത് ചെയ്യാനും മറ്റത് ചെയ്യാനും മറിച്ചത് ചെയ്യാനും ഒക്കെ പറയാണ് നമ്മുടെ ദേവി. ഏതായാലും ദേവി ഇത് പറയുമ്പോഴത്തേക്കും ആകാശ് എനിക്ക് പറ്റില്ല, എനിക്ക് സൗകര്യമില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ആരുടെ ബലത്തിലാ? നമ്മുടെ മീനാക്ഷിയുടെ അച്ഛന്റെ ബലത്തിലാണ് ആകാശ് ഇതൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ ദേവി കാണിക്കുന്നതും അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊന്നും അല്ല. എന്തെങ്കിലും എടുക്കാനും പറയാനും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനസ്സിലുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ആകാശിന് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ആകാശ് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ധർമ്മൻ പറയുന്നുണ്ട്, ആകാശെ നീ വിടടാ, ദേവി ഇവിടെ വന്നതിൽ പിന്നെ ഒരുപാട് മാറ്റം കടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ നേരത്തെ ഓർത്തിരുന്നത് എന്റെ അളിയനില്ലാതെ ഈ കട മുന്നോട്ടേക്ക് ഓടില്ലെന്ന, പക്ഷെ ദേവി മിടുക്കിയ ആയതുകൊണ്ടാ. കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ നല്ലതാടാ. ഏതായാലും നീ അതൊക്കെ അങ്ങ് മറന്നു കളയുക. അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ചെവി കൂടെ കേട്ട് ഇരു ചെവി കൂടെ കളഞ്ഞാൽ പോരെ, നീ എന്തിനാ ഈ മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നതോ? ഓ, അപ്പം ധർമ്മമാമൻ എന്താ പറയുന്നത്? എന്റെ അമ്മാവനെ എന്തുമാത്രം ദ്രോഹിച്ചാ ഇവിടെ വിട്ടതെന്ന് അറിയാലോ. അല്ല, ബാലേട്ടന് അറിയാലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്റെ അമ്മാവനല്ലേ ഇവിടെ വന്നത്, ആ ഒരു പരിഗണന ദേവിയിടത്തേക്ക് കൊടുക്കായിരുന്നല്ലോ. വലിയ ഇടത്തിയാണ് പോലും, വലിയ ആളാന്നും പറഞ്ഞുകൊണ്ട് ആ കസേരയെ ഞെളിഞ്ഞിരുന്നാൽ പോരാ. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും പറയില്ലായിരുന്നു. ഞാൻ അച്ഛനെയാണ് ഏറ്റവും വലിയ ദുഷ്ടനായിട്ട് കണ്ടിരുന്നത്, അച്ഛനാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരനായിട്ട് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പം പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ എന്റെ ഏടത്തിയാണല്ലോ. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ദേവിയും കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദേവിയും പോകുന്നുണ്ട് കേട്ടോ. സാധനങ്ങൾ എടുക്കാനും പിറക്കാനും ഓർഡർ കൊടുക്കാനും ഒക്കെ ഇങ്ങനെ ദേവിയും പോകുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ബാലനെ തന്നെയാണ് കേട്ടോ. ബാലനാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ. ബാലന്റെ തല സത്യം പറഞ്ഞാൽ മരവിച്ചിരിക്കുകയാണ്. ബാലനാണെങ്കിൽ മിഥുനെ ഏത് നേരത്താണോ കൺമുൻപിൽ കണ്ടത് ആ സമയത്ത് തനിക്ക് ഗുളികനായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എടാ നോക്കടാ, നീ വന്നതിൽ പിന്നെയാ, നിന്നെ കണ്ടതിൽ പിന്നെയാ എന്റെ തലക്ക് ഇത്ര സമാധാനക്കേട്. ഇപ്പം മനുഷ്യന്റെ തല വർക്കാകുന്നതേ ഇല്ല. ഏതായാലും നീ ഒറ്റ ഒരുത്തനാ എന്റെ മുമ്പിലുള്ളത്. നീ ആരാണ് എന്താണെന്ന് മിത്രയുടെ ജീവിതത്തിലും ആര്യന്റെ ജീവിതത്തിലും എൻ്റെ ഭാര്യയുടെ ജീവിതത്തിലും ഒക്കെ നീ എന്താണെന്ന് അറിയാതെ എനിക്കൊരു സമാധാനമില്ലടാ. എന്നിട്ട് വേണോടാ നിന്റെ പുറകെ ഉണ്ടടാ ഞാനെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ കലിയോടുകൂടി നോക്കുകയാണ് കേട്ടോ. അപ്പൊ അത്രമാത്രം ദേഷ്യമുണ്ട് നമ്മുടെ ബാലന്. പക്ഷേ ബാലൻ ഇതിന്റെയൊക്കെ പുറകെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? സ്വന്തം മകൻ ഒരു വിവാഹം കഴിച്ചുകൊണ്ട് വന്നു, അപ്പുറത്തുനിന്ന് നമ്മുടെ കൃഷ്ണമംഗലത്ത് നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് വന്നു, വിവാഹം കഴിഞ്ഞു. അതിനിപ്പോ പുറകിൽ എന്താണ്? ബാലനോട് പറഞ്ഞില്ല ഗോമതി. ഇങ്ങനെയൊക്കെ വല്ല മനുഷ്യന്മാരും യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ പിന്നെ ഈ ബാലന്റെ സ്വഭാവം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലല്ലേ. അതുപോലൊരു സ്വഭാവമാണ് ബാലന്. സ്വന്തം മക്കളെ ചിറകിന്റെ കീഴിൽ ഒതുക്കുക, തൻ്റെ മക്കള് പറക്കാൻ, അതായത് തൻ്റെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും പൂട്ടി വീണ്ടും തൻ്റെ പെരക്കകത്ത് ഇടുക, താൻ പറയുന്നത് തന്നെ കേൾക്കണം എന്ന് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? ഇത് നമ്മുടെ സ്വന്തം നാടല്ലേ, നമുക്കും ജീവിക്കണ്ടേ, നമുക്കും സ്വാതന്ത്ര്യമില്ലേ? ഒന്ന് ഓർത്തു നോക്കിയല്ലേ. അങ്ങനെയൊക്കെ ഒരു മനുഷ്യനുണ്ടെങ്കിലേ ആ വീടിന്റെ സമാധാനം നഷ്ടപ്പെട്ടെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. ഏതായാലും കാത്തിരിക്കാൻ ഞാൻ ഇനി ഒത്തിരി പറയുന്നില്ല. അപ്പൊ നാളെ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഒരു അടിപൊളി വിശേഷം നിങ്ങൾ കാണാൻ പോകുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രി നേരുകയാണ് കേട്ടോ. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാമേ. ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.